ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവ വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കാൻ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. ആമേൻ. അതിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. നമുക്കെല്ലാം സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ. പത്രോസ് കൂട്ടരും മീൻ പിടിക്കുവാനായി ഗന്നേസരത്ത് തടാകത്തിൽ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും എന്തില്ല, ജീവിതത്തില് ഒന്നും പിടിക്കുവാൻ കഴിയാതെ നിരാശപ്പെട്ട് ആമേൻ വളരെ ഭാരപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു, വല കഴുകുന്ന സാഹചര്യത്തിൽ ഗന്നേസരത്ത് തടാകത്തിൽ യേശു കടന്നു ചെന്ന് അവരുടെ നിരാശ മാറ്റി സന്തോഷത്തോടുകൂടെ കർത്താവിനെ പിൻപറ്റുവാൻ അവരെ പ്രാപ്തരാക്കി മാറ്റുന്ന ഒരു വേദഭാഗമാണ് ഈ ഭാഗം എന്നുള്ളത് നമുക്കറിയാം. നമ്മളിവിടെ വായിക്കുമ്പോൾ യേശു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവിടെ 2 കൂട്ടം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 കൂട്ടരെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടര് ആരാണ്? വചനം കേൾക്കുവാൻ തിരക്ക് കൂട്ടുന്ന ഒരു കൂട്ടര്. മറ്റേ കൂട്ടരാരാണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെ സ്തോത്രം, നദിക്കരയാണല്ലോ. അപ്പൊ ഇവര് മാത്രം, അല്ലെങ്കിൽ പത്രോസിനെ കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ആ കൂട്ടത്തെ കുറിച്ച് മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അനേക കൂട്ടങ്ങൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, വല കഴുകാറുണ്ട്. സ്തോത്രം. എന്നാൽ നോക്കുക, സ്തോത്രം, ഈ 2 കൂട്ടരോടും കർത്താവ് എന്ത് ചെയ്യുകയാണ്, സംസാരിക്കാനിടയായി അല്ലെ. വചനം കേൾക്കാൻ വന്നവരോട് യേശു എന്ത് ചെയ്തു, വചനം സംസാരിച്ചു അല്ലെ. അടുത്ത് നമ്മൾ വായിക്കുന്നത്, നിരാശയോടെ ജീവിതത്തില് ആഗ്രഹിച്ചതുപോലെ എത്തുവാൻ കഴിയാതെ, പ്രാപിക്കുവാൻ കഴിയാതെ സ്തോത്രം, ശൂന്യമായി തീർന്ന ജീവിത അനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്തോത്രം, സാധ്യതയില്ല, ഇനി ഒരു നന്മ ഉണ്ടാവുകയില്ല എന്ന ചിന്തയോടുകൂടെ മതിയാക്കുവാൻ, അല്ലെങ്കിൽ അധ്വാനം മതിയാക്കുവാനായിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ അല്ലെ. അവരോടും കർത്താവ് സംസാരിച്ചു. അവരോട് എന്താ പറഞ്ഞത്? ആഴത്തിലേക്ക് വല ഇറക്കുകയും. അപ്പോ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇരിക്കുന്ന ജനത്തിന്റെ ആവശ്യം അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. വചനം കേൾക്കാൻ വന്നവരെ കർത്താവിന് അറിയാം, അവർക്ക് വചനത്തെ കൊടുക്കുന്നു. ആവശ്യഭാരത്തോടുകൂടെ നിരാശയോടെ നിൽക്കുന്നവരെ കർത്താവിന് അറിയാം, അവരുടെ നിരാശ മാറ്റുകയാണ്. അവരോട് കർത്താവ് എന്ത് ചെയ്യുകയാണ്? വചനം പറയുകയാണ്. വചനം പറയുക മാത്രമല്ല, അവരുടെ ആവശ്യം അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയില് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മൾ ദൈവവചനം കേൾക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യത കൊടുക്കുമോ അത്രത്തോളം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരുവാനിടയാണ്. സ്തോത്രം. 5,000 പേർക്ക് കൊടുക്കുമ്പോൾ ആ പുരുഷാരത്തോട് യേശു വന്ന ഉടനെ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയും ആരുടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയല്ലായിരുന്നു. കർത്താവ് അവരോട് ദൈവവചനം സംസാരിക്കുകയായിരുന്നു. സ്തോത്രം. വചനം കേട്ട ജനത്തിന് ഒടുവിൽ യേശു കർത്താവ് പറയുകയാണ്, അവർക്ക് എന്തെങ്കിലും തിന്മാൻ കൊടുപ്പി. അപ്പോ ഈ വന്നവരാരും യേശുവിനോട് ഇവിടെ അവിടെ ഇരിക്കവിടെ ഈ വന്നവരാരും എന്ത് ചെയ്തില്ല, യേശുവിനോട്
ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം. യേശുവിനോട് എനിക്ക് അപ്പം തരണം, എനിക്ക് വിശപ്പുണ്ട്, ഇത് മരുഭൂമിയാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. ആരും യേശുവിനോട് ചോദിച്ചില്ല അപ്പം തന്നാലേ പോകൂ എന്നൊന്നും പറഞ്ഞില്ല, അല്ലേ? പക്ഷേ യേശു കർത്താവ് വചനം കേൾക്കുന്ന തന്റെ മക്കളുടെ ആവശ്യങ്ങൾ ഏത് കാലഘട്ടത്തിലും അറിഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? പ്രവർത്തിക്കാറുണ്ട്. ചോദിക്കാതെ തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത് 5000 പുരുഷാരം, അല്ലെ? പുരുഷന്മാർ 5000 പേരെന്ന ആമേശ്വരം. അത്രയും വലിയൊരു പുരുഷാരം, അല്ലെ? പുരുഷന്മാര് മാത്രമല്ല, അപ്പോൾ തന്നെ സ്ത്രീകളുമുണ്ട്, അല്ലെ? കുട്ടികളുണ്ട്. ഒരു ബാലകന്റെ കയ്യിൽ നിന്നാണ് 5 അപ്പം വാങ്ങിയത്, അല്ലെ? അപ്പോ അവിടെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇവരെല്ലാം ദൈവവചനം കേൾക്കുവാനായിട്ട് വന്നവരാ. വചനം കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ ദൈവം പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നോക്കുക, വചനം കേൾക്കുവാൻ തിരക്ക് കൂട്ടുന്ന ഒരു കൂട്ടം ആൾക്കാർ, അല്ലെ? അവിടെ വായിക്കുന്നവർ തിക്കിക്കൊണ്ടിരുന്നു, തിക്കിത്തിരക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ അവൻ ഓടിയെത്തുകയാണ്. എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. എന്നാൽ ഈ രാത്രിയിലെ വചനം കേൾക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. വേദപുസ്തകത്തില് നമ്മള് ആമേൻ വായിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട്. വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പ്രത്യേകതകൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വചനം കേട്ടപ്പോൾ ജനത്തിന് കുത്തുകൊണ്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ ഒന്നാമതായി ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകാം? ഒരു കുത്തുകൊള്ളുന്ന അനുഭവം നമുക്ക് ഉണ്ടാകാം. കുത്തുകൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്തോളണം? മാനസാന്തരപ്പെടണം എന്നുള്ളതിന്റെ തെളിവാണ്. നമുക്ക് വചനം കുത്തുമ്പോൾ ഓർക്കണം, മാനസാന്തരത്തിനുള്ള ടൈമായി എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു, അല്ലെ? 10-ാം അധ്യായം 4-ാമത്തെ വാക്യം, അല്ലെ? എന്താ അവിടെ വായിക്കുന്നത്? വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ വചനം നാം കേൾക്കുമ്പോൾ കുത്തുകൊള്ളുക മാത്രമല്ല, പിന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയാകും. നിറവ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തെ ഒന്നാമതായി കൈക്കൊള്ളുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് വചനം കേൾക്കേണ്ടതിന് അവളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു കൊടുത്തു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കപ്പെടും. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൃദയം തുറക്കപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വളരെ സാവകാശം പറയുന്നത്. ആമേൻ, സ്തോത്രം. അവിടെ അങ്ങനെ വായിക്കുന്നു. അപ്പോൾ ആമേൻ 2:37 നമ്മൾ കണ്ടു. എന്താണ്? വചനം കേട്ടപ്പോൾ അവർക്ക് എന്തുണ്ടായി? കുത്തുകൊണ്ടലുണ്ടായി. സ്തോത്രം. 10-ന്റെ 4 നമ്മൾ വായിച്ചു. എന്താ അവിടെ വായിക്കുന്നത്? വചനം കേട്ടവരുടെ മേലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ആമേൻ ഈ ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നതാണ്. നമ്മെ ബലഹീനതയിൽ ബലം പകരുന്നതാണ്. സ്തോത്രം. നമ്മെ ശക്തീകരിക്കുന്നതാണ്. നമ്മെ ദൈവകൃപയിൽ ആമേൻ നിലനിർത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നമുക്ക് ബോധം വരുത്തി തരുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. ഈ ആത്മാവ് നമ്മിൽ വരണമെങ്കിൽ ആമേൻ വാ വാ എന്ന് വിളിച്ചാൽ ഈ ആത്മാവ് വരില്ല. പ്രാപിച്ചോ പ്രാപിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ കൈവച്ച് നാട്ടിയാൽ ഈ ആത്മാവ് വരില്ല. പിന്നെ ഈ ആത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഗ്രഹിക്കുന്നവരായിരിക്കണം, കേൾക്കുന്നവരായിരിക്കണം. സ്തോത്രം. ആമേൻ. 16-ന്റെ 14 കണ്ടു. ഹൃദയം തുറന്നു. ലുദിയ എന്ന് പറയുന്ന ആമേൻ ആ സഹോദരിയുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. ദൈവത്തിന്റെ വചനത്തെ കേട്ടപ്പോൾ അവളുടെ ഹൃദയം അത് ഉള്ളിൽ കയറേണ്ടതിന്, ആ വചനം അവളുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്ക
ലൂക്കോസ് സുവിശേഷം 24:32 വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, അവരുടെ ഹൃദയത്തിനകത്ത് അത് കത്തിക്കൊണ്ടിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32 വായിച്ച്. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ ശിഷ്യന്മാര് പറയുകയാണ്. എന്താ ശിഷ്യന്മാര് പറഞ്ഞ? യേശു കർത്താവ് അവരോട് സംസാരിച്ച തിരുവെഴുത്തുകളെ സംസാരിച്ച് യേശു ക്രിസ്തു അത് തെളിയിച്ചു കൊടുത്തപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ എന്തുണ്ടായി? കത്തിക്കൊണ്ടിരുന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവവചനം എന്ത് ചെയ്യുന്നു? കത്തലുണ്ടാക്കുന്നതാണ്, അല്ലെ? ഹൃദയത്തിനകത്ത് അത് കത്തുവാൻ തക്കവണ്ണമിടയായി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ ഒരു കത്തലുണ്ടാകണമെങ്കിൽ ദൈവവചനത്തെ നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. സ്തോത്രം. ആമേൻ, ആമേൻ. ദൈവവചനം ഇവിടെ ഇതാ ഒരു വലിയ കൂട്ടം ആൾക്കാർ, ഒരു പുരുഷാരം ദൈവവചനം കേൾക്കുവാനിടയായി. ഞാൻ ചിന്തിക്കുന്നു, ചിലർക്കെങ്കിലും കുത്തുകൊണ്ട് കാണും, ചിലരിലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി കാണും, ചിലരുടെയെങ്കിലും ഹൃദയം വചനത്തിന് മുൻപാകെ തുറന്നു കാണും. ഇന്നും വചനത്തിന് മുൻപാകെ ഹൃദയം അടഞ്ഞു പോയവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അല്ലെ? കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് വെള്ളം പോകുമോ? ഇല്ല. ഒരു തുള്ളി വെള്ളം പോലും എന്തിയിട്ടില്ല, ആ കുടത്തിനകത്ത് പോവുകയില്ല. സ്തോത്രം. ഹൃദയം വചനത്തിന് മുൻപാകെ ഹൃദയം അടഞ്ഞു പോയാൽ കേൾക്കുന്ന യാതൊരു സന്ദേശവും യാതൊരു ആലോചനകളും അവന്റെ ഉള്ളിൽ കിടക്കുകയില്ല. ഒരു രൂപാന്തരവും വരികയില്ല. ഒരു പരിവർത്തനവും സംഭവിക്കുകയില്ല. ഒരു അനുതാപം ഉണ്ടാവുകയില്ല. മാനസാന്തരം ഉണ്ടാവുകയില്ല. കാരണം ദൈവവചനം അവൻ കേട്ടു, അത് ചേമ്പലയിൽ വെള്ളം വീണതുപോലെ എന്ത് ചെയ്തു? പോയി. അതിനെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ പോയി. സ്തോത്രം. ആമേൻ. ഈ വചനങ്ങളിൽ നമ്മുടെ ഉള്ളിൽ കത്തുന്ന ഒരു അനുഭവം ഉണ്ടാകണം. സ്തോത്രം. ആമേൻ, ആമേൻ. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക വ്യാപാര ശക്തികളും അന്ധകാര ശക്തികളുമെല്ലാം ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് ഇങ്ങനെ കത്തുമ്പോൾ ദുഃഖ വ്യാപാരങ്ങളെല്ലാം എന്ത് ചെയ്യും? അതെല്ലാം കരിഞ്ഞു പോകുമെന്നൊക്കെ മണപ്പിടയാകും. ഹല്ലേലൂയ. രാത്രി നമ്മുടെ ജീവിതത്തില് ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു കത്തൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ രാത്രിയിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിളക്ക് കത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വചനം ഹൃദയത്തിനകത്ത് കത്തലുണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രകാശപൂരിതമായി തീരും, അല്ലെ? 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും. ഈ വചനം നമ്മുടെ അകത്ത് കത്തുമ്പോൾ എന്ത് ഉണ്ടാകും? അത് പുറത്ത് വെളിച്ചമായി വരും. കൂരിരുൾ നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. കണ്ണുനീരിന്റെ താഴ്വരകളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. മരണത്തിന്റെ താഴ്വരകൾ നമ്മുടെ ജീവിതത്തിന് മുൻപാകെ കടന്നു വരാം. നിങ്ങൾ മറന്നു പോകരുത്. കൂരിരുളിന്റെ താഴ്വര വരാം. കണ്ണുനീരിന്റെ താഴ്വരകൾ വരാം. മരണത്തിന്റെ താഴ്വരകൾ വരാം. ഇവിടെയെല്ലാം അത്ഭുത പ്രകാശമായി വെളിച്ചമായി നമ്മുടെ അകത്ത് കത്തുന്ന ദൈവവചനത്തിന്റെ ശോഭ അത് നമ്മിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തു വരുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. ഇവിടെ ഇതാ ലൂക്കോസ് സുവിശേഷം 15-8 ഒരു സഹോദരിയെ കുറിച്ച് പറയുകയാണ്. അവൾക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അവൾ അവളെല്ലാം നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് ഒടുവിൽ അവൾ വീട്ടിനകത്ത് കയറി എന്ത് ചെയ്തു? വിളക്ക് കത്തിക്കുകയാണ്. സ്തോത്രം. വിളക്ക് കത്തിച്ചപ്പോൾ അടുത്ത് നമ്മൾ വായിക്കുന്ന അവൾ അവിടെ അടിച്ചു വാരി എന്ന് കാണുന്നു, അല്ലേ? വീട്ടിനകം മൊത്തം അടിച്ചു വാരി. ഒരു കാര്യം മനസ്സിലാക്കണം, വചനമകത്ത് കത്തുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്ന് വരുന്നത്? വെളിച്ചം വരുന്നത്. വെളിച്ചം വരുമ്പോഴാണ് നമുക്ക് അടിച്ചുവാരലിന്റെ ആ കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ അടിച്ചു വാരേണ്ടത്
വിളക്കുകളിന്റെ ആവശ്യകതകൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ അടിച്ചുവാരൽ എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധീകരണത്തെ കാണിക്കുകയാണ്. അപ്പോ വിളക്ക് കത്തിക്കുമ്പോൾ പ്രകാശം വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ചില വീടുകൾ പകൽ നോക്കിയാൽ വളരെ റൂമൊക്കെ വളരെ ഭംഗിയായിരിക്കും. രാത്രി കട്ടില് ചെന്ന് കിടന്ന് മേളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, അവിടെ എല്ലാം എന്ത് ചെയ്യും? ചിലന്തി വല കെട്ടി വെച്ചിരിക്കുന്നു. അല്ലെ, എന്തെല്ലാം അഴുക്കുകള്, ആ ചുമരിലെ അഴുക്കുകള്. ആമേ സ്തോത്രം. അല്ലെ, ഈ ടൈലൊക്കെ ഇട്ട തറയിലാണെങ്കിൽ ആമേ നമ്മുടെ സഹോദരിമാര് തല മുമ്പോട്ട് പോകും. പക്ഷെ ഇങ്ങനെ ഒരു പത്തിരിപ്പുണ്ട്. അല്ലെ, ടൈലിടുമ്പോ സൈഡിൽ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അതില് ആമേ ഇങ്ങനെ അഴുക്കുകൾ നിറഞ്ഞിരിക്കും ചിലടത്ത്. അത് അങ്ങനെ അടിക്കാൻ മറന്നു പോകും. ഇതെപ്പോഴാ കാണുന്നേ? പകല് കാണത്തില്ല. വെളിച്ചം വരുമ്പോൾ, വിളക്ക് കത്തുമ്പോൾ, ലൈറ്റ് ഇടുമ്പോൾ, അതിന്റെ വെളിച്ചം നമ്മൾ നോക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പകൽ അടിച്ചു വാരിയതായിരിക്കാം, അല്ലെങ്കിൽ വൃത്തിയുണ്ട് കുഴപ്പമില്ല എന്ന് കണ്ടാൽ വീടിനകങ്ങളൊക്കെ അതിന്റെ വൃത്തികേട് മനസ്സിലാകുന്നത് അപ്പോഴും. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം അടിച്ചു വാരേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ആവശ്യബോധം നമുക്കുണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കലും ആമേൻ നമുക്ക് വേണ്ട നിലയിൽ ആമേൻ അതിനെ ശുദ്ധിയുള്ളതാക്കി മാറ്റണമെങ്കിൽ, വിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി നമ്മൾ മാറണമെങ്കിൽ വിളക്ക് കത്തിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ വിളക്ക് കത്തിക്കാതെ തന്നെ അടിച്ചു വാരുന്ന ആൾക്കാരുണ്ട്. അതൊന്നും അത്രത്തോളം ഭംഗിയാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെ, മുക്കിലും മൂലയിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന അഴുക്കുകൾ, പൊടിപടലങ്ങൾ, ഇതെല്ലാം അവിടെ കിടക്കും, നമ്മൾ കാണത്തില്ല. കാരണം സ്തോത്രം, ഇരുട്ടത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വചനം നിന്റെ അകത്തു വന്ന ഹൃദയത്തിനകത്ത് അത് വെളിച്ചമായി ശോഭയുള്ളതായി മാറുമ്പോൾ, വചനം നിന്റെ ഉള്ളിൽ കത്തുമ്പോൾ അത് ശോഭയുള്ളതായി മാറും. അന്നേരമാണ് നിന്റെ ഹൃദയത്തിൻ്റെതായ കോണുകളില്, നിന്റെ ഹൃദയത്തിൻ്റെതായ ഉള്ളിൽ, അതിൻ്റെതായ ഭാഗങ്ങളില് അടിഞ്ഞുകൂടി കിടക്കുന്നതായ അഴുക്കുകൾ, പകയെന്ന അഴുക്ക്, അസൂയ എന്ന അഴുക്ക്, സ്വത്രം വഴക്കെന്ന അഴുക്ക്, പിണക്കമെന്ന അഴുക്ക്, ഇതെല്ലാം അവിടെ ആയിട്ടിരിക്കും. അല്ലെ, ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തില് ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളത് കേൾക്കുമ്പോൾ ആ തിരുവെഴുത്തുകൾ നമ്മൾ ഇങ്ങനെ അത് കത്തുന്ന ഒരു അനുഭവത്തിനായി തീരണം. ഇത് മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം, ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ആമേൻ. നോക്കുക, അപ്പോൾ സ്തോത്രം, വിളക്ക് തെളിയിക്കാതെ അടിച്ചു വാരുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വൃത്തിയാവുകയില്ല. സ്തോത്രം, ആമേൻ. ഈ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈറ്റ് ഇടാതെ കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പറ്റുമോ? ലൈറ്റ് ഇടാതെ നമുക്ക് ഉള്ള ലൈറ്റ് തികയുന്നില്ല. അല്ലേ? സ്തോത്രം, നല്ല ലൈറ്റ് ഉണ്ട്, എന്നാലും ഒരു തികയില്ല. അവസാനം ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ നോക്കും മുഖത്ത്. അല്ലേ? സ്തോത്രം, ഇനി വല്ല കുറവും ഉണ്ടോ എന്നുള്ളതാണ്. ഈ ലൈറ്റ് ഇടാതെ അടിച്ചു വാരുന്നതും സ്തോത്രം, വെളിച്ചമില്ലാതെ കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കുന്നതും ഒരുപോലെയാണ്. അല്ലേ? സ്തോത്രം, നമുക്കൊരു തൃപ്തി, സന്തോഷം, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അടുത്ത് വെളിയിലോട്ട് ഇറങ്ങുമ്പോ അല്ലേ, പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്, എന്നാ കടുവ കളിക്ക് പോവുകയാണ്. സ്തോത്രം, അതെന്നാ കാര്യം? കണ്ണാടിയിൽ നോക്കാതെ ഉള്ള കുട്ടിപ്പൂർവ്വ പൗഡർ മുഴുവൻ തട്ടി നമ്മൾ വാരി പൊത്തി വെച്ചു, അവിടെ എവിടെയാവുന്ന തേച്ച് പിടിപ്പിച്ചു. നമ്മൾ വിചാരിച്ച എല്ലാം ഓക്കെയാണ്. അവസാനം സാരി കൊണ്ട് പിടിച്ചൊരു തുടക്കം തുറച്ചു. നമ്മൾ എല്ലാം ഭംഗിയാണ്. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങുമ്പോ മക്കൾ പറയും, അമ്മ എവിടെയാ പോകുന്നേ? അല്ലേ? ഞാൻ സഹോദരിമാരെ മാത്രമേ, ആണുങ്ങൾ അങ്ങനെ അധികം പൗഡർ ഉപയോഗിക്കാറില്ല. സ്വന്തം സഹോദരിമാരാണ് കൂടുതൽ പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ അതിന്റെ കാരണം? കണ്ണാടിയിൽ ജസ്റ്റ് നോക്കി കാണാം, പക്ഷേ സ്വന്തം ഒരുപക്ഷെ ലൈറ്റ് ഇട്ട് കാണുകയില്ല. അതിൻ്റെതായ കുറവുകൾ നമ്മുടെ മുഖത്ത് വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഒരു ആത്മീക ജീവിതത്തിനകത്ത് ദൈവവചനത്തിൻ്റെതായ ശോഭ അതിന് കൊടുക്കേണ്ട രീതിയിൽ അത് കൊടുക്കാതെ നമ്മുടെ ആത്മീക ജീവിതം മുൻപോട്ട് പോകുന്നു എങ്കിൽ അത് പരാജയത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ആവർത്തന പുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം.
ആവർത്തനം അല്ലേ? 23:14 വായിച്ചോ. ആ ആ ആ ആ നോക്കണം. അവിടെ നമ്മൾ വായിക്കുന്ന ആ വാക്യം ഒന്നുകൂടെ നിർത്തി വായിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും. നോക്കുക, നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ദൈവം നമ്മുടെ മധ്യത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? നടക്കുകയാണ്. നടക്കുമ്പോൾ എന്ത് കാണരുത്? വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് അകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. സ്തോത്രം. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ തരും, നീ ശത്രുവിന്റെ മേൽ ജയം പ്രാപിക്കും. അതിന് ദൈവം നിന്റെ പാളയത്തിലൂടെ നടക്കുമ്പോൾ നിന്റെ മധ്യത്തിൽ വൃത്തികേട് കണ്ടാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വിട്ട് അകന്നു പോകും. നിന്റെ മധ്യത്തിൽ നിന്ന് നിന്നെ വിട്ട് അകന്നു പോകും. അല്ലേ? സ്തോത്രം. ആ വാക്യം നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിക്കണം. അല്ലേ? ആമേൻ. സ്തോത്രം. ആവർത്തനം 23:14 വാക്യം. അല്ലേ? ദൈവത്തിന്റെ വചനം എന്ന് സ്പഷ്ടമായ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാളയത്തിനകത്ത് വൃത്തികേട് കണ്ട, നിങ്ങളുടെ പാളയത്തിനകത്ത് അശുദ്ധി കണ്ടാൽ, അഴുക്ക് കണ്ട, ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് മാറിപ്പോകും. ദൈവം നിങ്ങൾ വിട്ട് അകന്നു പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാളയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധിയുള്ളതാക്കി മാറ്റണം. അപ്പോൾ ശുദ്ധിയുള്ളതായി മാറണമെങ്കിൽ ആമേൻ അതിനെ അടിച്ചു മാറണം. അടിച്ചു മാറി വൃത്തിയോട് സൂക്ഷിക്കണമെങ്കിൽ വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തണമെങ്കിൽ വചനം നമ്മുടെ അകത്ത് വരണം. വചനം നമ്മുടെ അകത്ത് കത്തുമ്പോൾ അത് ശോഭയുള്ള വിളക്കായി വെളിച്ചമായി പുറത്തു വരുവാനൊക്കെ വളരണയാകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം വേഗത്തിൽ മുൻപോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതാണ് വചനം കേൾക്കുന്ന ഒരു കൂട്ടം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് അതിന്റെ 2-ാം വാക്യം. ആമേൻ. ലൂക്കോസ് 5:2 വായിക്കുമ്പോൾ എന്താ അവിടെ വായിക്കുന്നത്? വല കഴുകുന്ന ആ വാക്യം ഒന്ന് വായിച്ച്. ആമേൻ. യേശു ഇല്ലാതിരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? ഈ ഗന്നേസരത്ത് തടാകത്തിന്റെ മുക്കിലും മൂലയിലും കോണിലും എല്ലാം ഇവർ ഈ വല എന്ത് ചെയ്തു? വീശി. സ്തോത്രം. യേശു ഇല്ലാതിരുന്നപ്പോൾ ആമേൻ അവൻ അതിൽ കുടുങ്ങിയത്, ആ വലക്കകത്ത് വന്നു വെട്ടത്, ഇതെല്ലാം അവരെന്ത് ചെയ്യുകയാണ്? അവരതിനെ കഴുകിക്കളയുകയാണ്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവില്ലാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതെല്ലാം ജീവിതമാകുന്ന വലയ്ക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ദൈവം ഒരുക്കുന്നത് നമുക്ക് പ്രാപിക്കണം. അല്ലേ? കർത്താവ് പറഞ്ഞ ആഴത്തിലേക്ക് വല ഇറക്കുകയും, ഈ മേടയിൽ കിടന്ന് കളിക്കുന്ന മാനത്ത് കണ്ടി നെത്തോലിയൊന്നും അല്ല. ആമേൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നന്മകളൊന്നുമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിന് തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള വിശിഷ്ടമായ, വിശേഷമായ, അനുഗ്രഹീതമായ, ശ്രേഷ്ഠമായ, ആരും കാണാത്ത, ആർക്കും കൊടുക്കാത്ത, ആരും അനുഭവിക്കാത്ത ശ്രേഷ്ഠമായ നന്മകൾ ദൈവത്തെ പിൻപറ്റുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ആമേൻ നമ്മുടെ ജീവിതമാകുന്ന വലയ്ക്കകത്ത് കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശുവില്ലാതിരുന്നപ്പോൾ ആമേൻ പത്രോസേ, നീ ആ ഗലീല കടലിന്റെ ഓരോ കോണിലും വീശിയ നിന്റെ കയ്യിലിരിക്കുന്ന ഈ വല, അതിനെ നീ കഴുകണം, അതിനെ നീ ശുദ്ധീകരിക്കണം, അതിന്റെ മാലിന്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ആമേൻ മാറ്റിക്കളയാം. കാരണം കർത്താവിനെ കൂടാതെ കിട്ടുന്നതൊന്നും എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കുന്നതല്ല. യേശുവിനെ കൂടാതെ നമ്മൾ നേടുന്നതൊന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് 16-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ദൈവത്തെ കൂടാതെ എനിക്കൊരു നന്മയില്ല. ദൈവത്തെ കൂടാതെ എന്റെ ജീവിതമാകുന്ന പടകിൽ, എന്റെ ജീവിതമാകുന്ന വലക്കകത്ത് കയറിക്കൂടുന്നതൊന്നും ശാശ്വതമല്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല, അതൊന്നും നിത്യ സന്തോഷത്തിന്
ദൈവത്തിന് ഉതകുന്നതല്ല എന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കുക, ആമേൻ. യേശുവില്ലാതിരുന്ന സമയത്ത് ജീവിതം അകത്ത് മുടുങ്ങിയതല്ല. ആമേൻ. നന്നായി കഴുകുവാൻ അവർ തയ്യാറാവുകയാണ്. 51-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. അല്ലേ? എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ ആമേൻ സക്കായി പറഞ്ഞത്, കർത്താവേ, ആമേൻ, ഞാൻ ഇതിനെ ആമേൻ 10 മടങ്ങായി എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇതിനെ തിരിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. നീ ഇല്ലാതിരുന്നപ്പോൾ എന്റെ ജീവിതത്തിൽ വന്നത് ഞാൻ സമ്പാദിച്ചതല്ല, ആമേൻ, ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് ആമേൻ സക്കായി പറയുവാൻ തക്കവണ്ണമിടയായി. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അധ്വാനിക്കുന്നവരെ എന്നും കർത്താവിന് ആവശ്യമാണ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവനെ കർത്താവിന് ആവശ്യമാണ്. ആമേൻ. വേലച്ചെറുക്കനായ ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കി മാറ്റിയ ദൈവം, ആമേൻ, 12 ആമേൻ ഏൽക്കാളയെ വെച്ച് ഉഴുതുമറിച്ച എലീശായെ പ്രവാചകനാക്കി മാറ്റിയ ദൈവം, അല്ലേ? ആമേൻ. അധ്വാനിക്കുന്നവനെ എന്നും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ യേശു പത്രോസിനോട് ആവശ്യപ്പെടുകയാണ്, നിന്റെ പടകിൽ ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ശീമോന്റെ പടകിൽ യേശു കയറി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. എന്നിട്ട് യേശു എന്താ പറഞ്ഞത്? കരയിൽ നിന്നും അല്പം നീക്കുക. അതിന്റെ അർത്ഥം എന്താ? ഒരേ സമയം കരയും കടലുമായിരിക്കാൻ ഒക്കുകയില്ല. ലോകത്തെയും ദൈവത്തെയും ഒരേ സമയം സ്നേഹിക്കുവാൻ ഒക്കുകയില്ല. ഇരു മനസ്സുള്ളവന്റെ വഴികളിലൊക്കെയും അസ്ഥിര്. 2 യജമാനന്മാരെ ഒരേ സമയത്ത് നമുക്ക് തീയനൊക്കെയില്ല, സേവിക്കാൻ പറ്റുകയില്ല. അല്ലേ? സ്തോത്രം. ഇവിടെ ഇതാ കർത്താവ് ആവശ്യപ്പെടുന്നു, അല്പം നീക്കണം. ആമേൻ. യേശു നമ്മുടെ പടകിൽ കയറിയാൽ കരയുമായിട്ടുള്ള ബന്ധം വിടണം എന്ന് പറഞ്ഞാൽ ലോകവുമായിട്ടുള്ള ബന്ധം. ഇന്നലകളിൽ ഈ കരയോട് അടുപ്പിച്ച പടക, ഇന്നലകളിൽ ഈ കരയിൽ കയറ്റിക്കിട്ട പടക യേശു പറഞ്ഞു, നീക്കിക്കോ, ഇനി ഈ കരയുമായി നിനക്ക് ബന്ധമില്ല, കാരണം ഇന്നു മുതൽ ഞാൻ നിന്റെ പടകിലുണ്ട്. സ്തോത്രം. ആമേൻ. ആമേൻ. എന്താ പത്രോസ് പറഞ്ഞത്? കർത്താവേ, അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കർത്താവിനെ കൂടാതെ അവന്റെ അധ്വാനം വൃഥാവാണ് എന്ന് ഒരിക്കൽ കൂടെ അവിടെ ആമേൻ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയായി. എന്നിട്ട് പത്രോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറയുക, എന്നിട്ട് പത്രോസ് എന്ന് പറഞ്ഞാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്നലെ വരെ പരാശരമാണ്, ഒന്നും കിട്ടിയില്ല, പക്ഷേ ശരിയാ, നിന്റെ വാക്ക് ഞാൻ എന്ത് ചെയ്തോളാം? അനുസരിക്കാം. കർത്താവിന്റെ വാക്കിന് വല ആമേൻ ഇറക്കിയപ്പോൾ ആമേൻ സ്തോത്രം അവന്റെ ശൂന്യമായ പടകിനെ ആമേൻ സ്തോത്രം ആമേൻ നന്മകളാൽ സ്വർഗ്ഗത്തിന് ദൈവം നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പത്രോസിന്റെ ശൂന്യമായ പടകാണ്, അല്ലേ? ആമേൻ. ശൂന്യമായ പടക, ഒന്നുമില്ല, ഒരു നെത്തോലി പോലുമില്ല. എന്നാൽ കർത്താവിന്റെ വാക്കിന് വില ഇറക്കിയപ്പോ, കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ, കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവ ഇഷ്ടത്തിന് മുൻപാകെ പത്രോസിനെ സ്വയം അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്താണ് അവിടെ വായിക്കുന്നത്? അവന്റെ പടകിനെ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസിന് ദൈവം നന്മകളാൽ നിറച്ചു. ദൈവത്തിന്റെ വാക്കനുസരിക്കുവാൻ അവൻ തയ്യാറായപ്പോൾ, ദൈവം പറഞ്ഞത് കേൾക്കുവാൻ തയ്യാറായപ്പോൾ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവ പൈതലെ ശ്രദ്ധിക്കണം. നിന്റെ ചെറുവിരലെങ്കിലും നീ അലക്കിയാൽ സർവശക്തനായ ദൈവം നിനക്ക് എന്ത് തരും? പ്രതിഫലം തരാതിരിക്കുകയില്ല. കരമുയർത്തി സ്വന്തം പറയാമോ? ആമേൻ. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ അതൊന്ന് പറയാം. എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ നിന്റെ ചെറുവിരൽ അലക്കിയാൽ അതിലും സർവശക്തനായ ദൈവം എന്ത് തരും? പ്രതിഫലം തരാതിരിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആമേൻ ഈ ദൂത് പറഞ്ഞവിടെ അവസാനിപ്പിക്കട്ടെ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, ആമേൻ, ഒഴിഞ്ഞ പടക് ഞാൻ എന്റെ കർത്താവിന് കൊടുത്തപ്പോൾ നിറഞ്ഞ പടക് എന്റെ കർത്താവ് എനിക്ക് മടക്കി തന്നു. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവും? ഒഴിഞ്ഞ പടകിനെ ഞാൻ കർത്താവിന് കൊടുത്തു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അർത്ഥം കാണുവാൻ കഴിയാത്ത ജീവിതമാകുന്ന പടക്, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ പടക്, അവൻ സാധ്യതകൾ ഇല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞതായ പടക്, ഇനി അവൻ വല ഇറക്കില്ല, ഇനി ഞാൻ വല വീശില്ല, ഇത്രയും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ അതിന്റെ അവസാന അവൻ പണിയായ വലകളിലേക്ക്
വേലയ്ക്ക് ഏർപ്പെട്ടിരിക്കുന്ന പത്രോസിനോട് ചോദിച്ച അവൻ പത്രോസ് പറയും, ഞാൻ എന്റെ ഒഴിഞ്ഞ പടകിന് എന്റെ കർത്താവിന് കൊടുത്തപ്പോൾ ആ പടകിനെ എന്റെ കർത്താവ് നിറഞ്ഞ പടകാക്കി മടക്കി തരുവാനയ്യ. ഇത് രാത്രി നമ്മുടെ ജീവിതം ശൂന്യതയാണോ? നമ്മുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളാണോ? ഒരു ഭാഗത്ത് എല്ലാം ഉണ്ടെങ്കിൽ അവയെ സമാധാനമില്ലാത്ത അവസ്ഥയാണോ? അവയെ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയാണോ? അവയെ ജീവിതത്തിൽ നിരാശകളാണോ? അവന്റെ ജീവിതത്തെ വേട്ടയാണോ ഉള്ളത്? അവയെ തകർന്നിരിക്കുന്ന മനസ്സുമാ ഇന്ന് രാത്രി നീ ദൈവവചനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നു എങ്കിൽ നിന്റെ ശൂന്യമാകുന്ന ജീവിതമാകുന്ന പടകില് എന്തുകൊണ്ടാണ് നിറയ്ക്കേണ്ടത്? ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം നിന്നെ ഫലം പിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവയെ സമാധാനമില്ല, കഷ്ടപ്പാടുകളാണോ? അവയെ ജീവിതത്തിന്റെ കടബാധ്യതകളാണോ? അവയെ നിറഞ്ഞ നിരാശകളാണോ ജീവിതത്തില്? ഇന്ന് രാത്രി ഭാരപ്പെടേണ്ടതില്ല. ഇന്ന് രാത്രി ഒന്ന് ചെയ്യുക, നിന്റെ ജീവിതമാകുന്ന പടകില് ഇന്ന് രാത്രി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ കർത്താവ് നിന്റെ ജീവിതമാകുന്ന പടകില് നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രപ്പെടുകയും ആമേൻ. നിറഞ്ഞ മീൻകൂട്ടം കിട്ടിയ പത്രോസ് ആമേൻ യേശുവിന്റെ കാൽക്കൽ കൊണ്ട് മടക്കി. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ മീനെല്ലാം ചാക്കി കെട്ടി വീട്ടിൽ കൊണ്ടുപോയെന്നല്ല, അവൻ മീനെല്ലാം വിട്ടു, പടകിനെ വിട്ടു, വല വിട്ടു, തിരിച്ച് യേശുവിന്റെ മുമ്പിൽ മുട്ട് മടക്കി. യേശു കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇനി നീ മീൻ പിടിക്കുന്നവനല്ല. ആമേൻ. സ്തോത്രം. ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ വേർതിരിച്ചു. അവനെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ പത്രോസേ, രാത്രി മുഴുവൻ അധ്വാനിച്ച് നിനക്കൊന്നും കിട്ടാതെ വന്നപ്പോൾ ഈ നിറഞ്ഞ പടകിൽ നിന്ന് എന്തെങ്കിലും എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ പത്രോസ് പറയും, നന്മ എനിക്ക് വേണ്ട. ആമേൻ. നന്മയല്ല എന്റെ ലക്ഷ്യം, നന്മ തരാൻ കഴിയുന്ന എന്റെ തമ്പുരാനെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇന്ന് രാത്രിയില് ഒരു ഭാഗത്തും നന്മകൾ ആവശ്യമാണ്, പക്ഷെ നന്മയല്ല. നന്മയായവനെ ആമേ കൈവിടരുത്, നന്മയായവനെ വിട്ടുമാറരുത്. നന്മയുടെ ഉറവിടമാകുന്ന യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയിൽ ഉണ്ടെങ്കിൽ എന്നും നിനക്ക് നിറവിന്റെ വേണ്ടതായിരിക്കും, അഭിവൃദ്ധിയുടെ ആളുകളായിരിക്കും. നിന്റെ ബിസിനസ് മേഖലയാക, നിന്റെ ഉപജീവന മേഖലയാക, നിന്റെ തലമുറയുടേതായ ആമേ വിഷയങ്ങളുടെ നടുവിലാക, ഏത് സാഹചര്യത്തിലും ഈ യേശുവിനെ നീ അനുഗമിക്കുവാനും കൈക്കൊള്ളുവാനോ ഇന്ന് രാത്രി നിനക്ക് മനസ്സാകുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ അമ്മാവിൽ വിളിച്ചു പറയാ, നീ അറിയാത്ത നന്മയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. 2025 തകർച്ചയല്ല, 2025 പരാജയമല്ല, 2025 ശേഷിക്കുന്ന അവൻ 1-2 മാസത്തിന്റെ ജീവിതത്തിൽ അവരെ ശൂന്യതയല്ല, അവൻ നിറപടകളുള്ള ഒരു കർത്താവിന്റെ മരുന്ന് താമസമെങ്കിൽ ഒരു 2026 ദൈവം നിന്നെ നിലനിർത്തുവാൻ പോകുന്നു. എത്ര പേര് രാത്രി വിശ്വസിക്കോ? കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ.